ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ സേവ് ദി ഡേറ്റിനെ പറ്റിയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും സേവ് ദി ഡേറ്റ് അല്ലേ വേണ്ടേ? കല്യാണത്തിന് സേവ് ദി ഡേറ്റ്, നിക്കാഹിന് സേവ് ദി ഡേറ്റ്, ഒരു ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ ഉണ്ടെങ്കിൽ അതിനും സേവ് ദി ഡേറ്റ് വേണം. അപ്പോൾ എല്ലാത്തിനും സേവ് ദി ഡേറ്റാണ് വേണ്ടേ. ഈ വീഡിയോസൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക, ഇതിൻ്റെ എങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ടും കാണണേ. അപ്പോൾ ഒരു സേവ് ദി ഡേറ്റ് വീഡിയോ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് ഉണ്ടെങ്കിൽ അതന്നെ ചൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ സേവ് ദി ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവം സെറ്റപ്പ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ താഴെ വിരിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ റൂമിലെ കർട്ടനാണ് കേട്ടോ. അതൊരു വൈറ്റ് ക്ലോത്ത്. ഇപ്പോൾ നിങ്ങളെ കയ്യിൽ നല്ല ഫെദർ ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. ഈ രണ്ടാമത് വിരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? തലയണേൻ്റെ കവറാണ് കേട്ടോ. കാരണം നല്ല ഫെദർ ടൈപ്പിലുള്ളതാണ്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഫെദർ ക്ലോത്ത് വാങ്ങാനല്ല വിചാരിച്ചിട്ട് തലയണേൻ്റെ കവർ മെല്ലെ ഊരിയെടുത്തതാണ്. എല്ലാ ആക്രി പെറുക്കി സാധനങ്ങളും എടുത്തിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് വലിയ കോസ്റ്റ് ഒന്നും ഉണ്ടാവാണ്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് തന്നെ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചാൽ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ നമ്മളൊരു ഫ്ലവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പിൾസ് നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുണ്ട്. ആ കപ്പിൾസിൻ്റെ പിക്ചർ നമ്മൾ പിന്നെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് അങ്ങനെ തന്നെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മളെടുത്തുള്ള എല്ലാ പെറുക്കി സാധനങ്ങളും എടുത്തിട്ടുണ്ട്. കാരണം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ വേസ്റ്റിലിടുന്ന സാധനങ്ങൾ നമ്മൾ എടുത്തു വെക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അത് എങ്ങനെയെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്ത് വെക്കണം. ഒന്നിപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു വെഡ്ഡിങ്ങിൻ്റെ നിക്കാഹിൻ്റെതാണ് കേട്ടോ. നിക്കാഹിൻ്റെ സേവ് ദി ഡേറ്റാണ് ഇപ്പോൾ തയ്യാറാക്കണേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ നിക്കാഹിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേര്, പിന്നെ നിക്കാഹ് എന്നാണ്, അത് എവിടെ നിന്നാണ് നടക്കുന്നത്, അങ്ങനെ പിന്നെ ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെറിയ ഡിസൈൻ ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. ഒരു ആറേ സംഭവങ്ങളെങ്കിലും നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം കേട്ടോ. അത് പിന്നെ നമ്മളെ കസ്റ്റമർ തന്നെ പറയും നമുക്ക് എന്തൊക്കെയാണ് അവർക്ക് ആ ഒരു തീമിൽ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ കട്ടിങ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെ നമ്മൾ ക്രിയേറ്റീവ് ഐഡിയയിൽ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടത്. ഇനി സേവ് ദി ഡേറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കാര്യമായിട്ട് വേണ്ടത് ഒരു ക്ഷമയാണ്. നല്ല ക്ഷമ വേണം ഇത് ഷൂട്ട് ചെയ്യണമെങ്കിൽ. കാരണം ഇപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നാച്ചുറൽ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാച്ചുറൽ ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കാരണം പൊരിഞ്ഞ വെയിലത്തിരുന്നിട്ടേക്കും ഇത് ഷൂട്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ വെയിലത്തിരുന്നിട്ട് ഇത് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. പിന്നെ നമുക്ക് ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാവുമല്ലോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിന് നല്ല ഫൈനൽ റിസൾട്ടും കിട്ടും. ഇതൊക്കെ ഞങ്ങളെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് കേട്ടോ. അതൊക്കെ കത്തിപ്പോയി. കാരണം കാറ്റടിക്കുമ്പോൾ നമ്മൾ ക്യാൻഡിൽമേലേക്ക് ഇത് വെക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ തീ സ്പ്രെഡായി പോകും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നല്ല കാറ്റും വരും. അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ റിസ്ക് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുക. അതൊക്കെ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് തീരെ കണ്ണൊന്നും കാണില്ല, അത്രയും വെയിലത്തിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കസ്റ്റമർ നമ്മളോട് കുറച്ച് ക്രിയേറ്റീവായിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന കാർഡൊക്കെ ചെയ്യും. ഇല്ല നോർമലാണ് വേണ്ടെങ്കിൽ നോർമൽ ടൈപ്പിലും ചെയ്ത് കൊടുക്കും. കസ്റ്റമറുടെ ഡിമാൻഡിനനുസരിച്ചായിരിക്കും നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു വീഡിയോ ഉണ്ടാക്കുമ്പം കുറച്ച് ക്രിയേറ്റീവ് ഐഡിയയും കുറച്ച് നല്ല അധികം ക്ഷമാശീലവും പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയുള്ളൂ കേട്ടോ സംഭവങ്ങൾ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ പല ടൈപ്പ് ആംഗിളിൽ നിന്നും ഷൂട്ട് ചെയ്യുമ്പം ഇതിൻ്റെ ഒക്കെ നമ്മളെ കയ്യിലുള്ള ഈ മെറ്റീരിയൽസിൻ്റെ ഒക്കെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു സേവ് ദി ഡേറ്റ് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു 100 ക്ലിപ്സ് വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ എടുത്ത് ജോയിൻ ചെയ്തിട്ടാണ് ഒരു 30 സെക്കൻഡിലെ വീഡിയോയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ ചെയ്തൊരു വർക്ക് ഫൈനൽ റിസൾട്ടിൽ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ കസ്റ്റമർ അടുത്ത് നല്ലൊരു ഫീഡ്ബാക്കും കൂടെ കിട്ടിയാൽ പിന്നെ പറയണ്ട. നമുക്ക് കിട്ടുന്ന പ്രൈസിനേക്കാൾ വലിയ സന്തോഷമായിരിക്കും അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ് കേട്ടോ. പിന്നെ ഇതെടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് നമ്മൾ ഏകദേശം ചാർജ് ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ 600 ഒക്കെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മൾ അത്രയും എഫേർട്ട് ഇതിൻ്റെ ബാക്കിൽ എടുക്കുന്നുണ്ട്.
അപ്പം ഇത് ചിലപ്പോൾ കസ്റ്റമേഴ്സിന് തന്നെ ഭയങ്കര ഇഷ്ടമാവും നമ്മൾ ചെയ്യുന്ന വർക്ക്. അപ്പോൾ അവർ തന്നെ പറയും 600-നേക്കാൾ ഉണ്ട് കേട്ടോ നിങ്ങൾ ചെയ്ത വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്ക് വലിയ മെനക്കെടൊന്നുമില്ലല്ലോ, നമ്മൾ കുറച്ച് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് അതിനായിട്ട് മെനക്കെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ച് എന്താ പറയുക മെനക്കെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലേക്ക് കാണാം.